എടാ അതായത് ഇതൊരു വാഴയുടെ കഥയാണ്. അഹങ്കാരി അല്ലെ തന്ത്രശാലിയായ ഒരു വാഴയുടെ കഥയാണ്. ഒരു പറമ്പിൽ നിൽക്കുന്ന ഒരു സാധാരണക്കാരൻ വാഴയുടെ ബുദ്ധിയല്ല ഈ വാഴക്കുള്ളത്. ഇത് നമ്മളെല്ലാരും പറ്റിക്കണ തരത്തിലുള്ള ബുദ്ധിയാണ് ഈ വാഴക്കുള്ളത്. അന്നങ്ങനെ ആന്ന് വെച്ചാൽ ആ വാഴ ഒരു മദ്യപാനിയാണ്. ആ വാഴ നിക്കണത് ഒരു ബിവറേജിന്റെ പുറകിലായിരിക്കും. അന്നാരും എങ്ങനെ മദ്യപാനിയാവോന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ബിവറേജിൽ നിന്ന് കുടിയന്മാരെല്ലാരും പുറത്തു വന്നിട്ട് വാള് വെക്കണത് ഈ വാഴച്ചോട്ടിലായിരിക്കും. അപ്പൊ വാള് വെച്ച് കഴിയുമ്പോ വാളിലുള്ള മദ്യമൊക്കെ ഈ വാഴ വലിച്ചെടുക്കണോണ്ട് ചില സമയത്ത് ഈ വാഴക്ക് ബോധം ഉണ്ടാകത്തില്ല, മദ്യം തലക്ക് പിടിച്ചിട്ട്. ഈ വാഴ നിക്കണ പറമ്പില് അത്യാവശ്യം വേറെയും കുറെ മരങ്ങളൊക്കെ ഉണ്ട്. അതായത് തേക്ക്, പ്ലാവ്, മാവ് ഒക്കെ ഉണ്ട്. അതിന്റെ ഒപ്പം തന്നെയാണ് ഈ വാഴ നിക്കണത് ഈ പറമ്പില്. അപ്പൊ അങ്ങനെയുള്ള ഒരു പറമ്പിലോട്ട് നമ്മുടെ നായകനായ തവള വരുന്നതാണ്. തവളയാണ് നമ്മുടെ ഈ കഥയിലെ മെയിൻ ക്യാരക്ടർ. തവള എന്ന് വെച്ച് കഴിഞ്ഞാല് നാട് വിട്ട് വന്നേക്കണേണ്. അതുകൊണ്ട് തവളക്ക് ആ വന്ന സ്ഥലത്ത് താമസിക്കാനായിട്ട് ഒരു വീടില്ല. പോരാത്ത ഇനി മഴക്കാലം വരാൻ പോണേണ്. അപ്പൊ ഈ തവളക്ക് ഇടിവെട്ടും മിന്നലൊക്കെ പേടിയായതുകൊണ്ടിട്ട് ഈ മഴക്കാലം വരണതിന് മുമ്പ് ഇത്രയും വേഗം ഒരു താമസിക്കാനൊരു സ്ഥലം കണ്ടുപിടിച്ചേ പറ്റും. അല്ലടാ, ഈ തവള നാടിട്ടത് അത് അവിടുത്തെ വല്ല പൊട്ടക്കടത്തിലും കിടന്നൂടെ? എടാ ഈ തവള ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് നാട് വിട്ട് വന്നത്. ഏത് കോഴ്സ്? എടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാക്കുകൊണ്ട് എങ്ങനെ പക്കീനെ പിടിക്കാമെന്നുള്ള കോഴ്സാണ്, ലിക്കിംഗ് കോഴ്സ്. അതുകൊണ്ടിട്ട് തവള അവിടെയുള്ള മരങ്ങളുടെ അടുത്തൊക്കെ ഒരു അഭയം തരുമെന്ന് ചോദിക്കാൻ തീരുമാനിക്കുന്നതാണ്. അങ്ങനെയാണ് ആ പറമ്പിൽ എത്തിപ്പെടുന്നത്. ആദ്യം തേക്കിന്റെ അടുത്ത് നോക്കുമ്പോൾ തേക്ക് ആട്ടി വിടും. നീ പോയ നിനക്കൊന്നും തരത്തില്ലെന്നും പറഞ്ഞിട്ട് തേക്ക് അവനെ ആട്ടി വിടും. അപ്പൊ അത് കഴിഞ്ഞിട്ട് മാവിന്റെ അടുത്ത് നിന്ന് ചോദിക്കുമ്പോഴത്തേക്ക് മാവും ഇതേപോലെ അവനെ ആട്ടി വിടും. അത് കഴിഞ്ഞിട്ട് പ്ലാവിന്റെ അടുത്ത് നിന്ന് ചോദിക്കുമ്പോൾ പ്ലാവ് ഇതേപോലെ ആട്ടി വിടും. പിന്നെ തവള വാഴച്ചെടീനെ മാത്രം അവിടെ കാണുള്ളൂ. പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞാൽ വാഴ എന്തായാലും മറിഞ്ഞു വീഴുമെന്ന് തവളക്കറിയാം. എന്നാലും അവിടെ വേറെ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടിട്ട് ഈ തവള വാഴയുടെ അടുത്ത് നിന്ന് ചോദിക്കാൻ തീരുമാനിക്കണേ. അപ്പൊ വേറൊരു ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വാഴ അല്പം മൂടായിട്ടിരിക്കണേണ്. ഞാൻ പറഞ്ഞല്ലോ മറ്റേ മദ്യപിച്ച് ചില സമയത്ത് മൂടായിരിക്കും. അപ്പൊ അതുകൊണ്ട് വാഴ മൂടായിട്ടിരിക്കണേണ്. അപ്പൊ അതുകൊണ്ടിട്ട് വാഴ ആദ്യം ഈ തവളനെ നോട്ട് ചെയ്യണ്ടായി. കാരണം തവള വാഴയുടെ അടുത്ത് വരാണ്ട് അവിടെയുള്ള ശക്തിമാനായ മരങ്ങളുടെ അടുത്തൊക്കെ വന്നിട്ട് അഭയം തരുമെന്ന് ചോദിച്ചു. അപ്പൊ വാഴ നിനക്ക് നമ്മളെ ഒന്നും പിടിക്കത്തില്ല, നിനക്ക് അവരെ പിടിക്കത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിരിക്കണേണ്. നീ വരോടെ എന്റെ അടുത്ത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ളപ്പോഴാണ് ഈ തവള അങ്ങോട്ട് ചെല്ലണത്. അപ്പൊ ഈ തവള ചോദിക്കണേണ്, വാഴച്ചേട്ടാ എനിക്കൊരു അഭയം തരുമോ, മഴക്കാലം ഇടിവെട്ടൊക്കെ വരണേണ്, എനിക്ക് നിൽക്കാനായിട്ട് ഒരു അഭയം തരുമെന്ന് നോക്കുമ്പോൾ വാഴ മനസ്സിൽ വിചാരിക്കണേ എന്തായാലും ഈ മഴയത്ത് ഞാൻ എന്തായാലും വീഴാനുള്ളത് തന്നെ, അതുകൊണ്ട് ഇവനൊരു അഭയം കൊടുത്തേക്കാം. അതാകുമ്പോ ഇവന്റെ മേത്തോട്ട് ഞാൻ വീണിട്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് അങ്ങ് പോവാ എന്നും വിചാരിച്ചിട്ട് വാഴ ക്രൂക്കഡായിട്ട് ചിന്തിച്ചു. അതെന്റെ കയ്യിൽ നിട്ടതാ. സൂത്രശാലിയായിട്ട് ഈ വാഴ ചിന്തിച്ചുകൊണ്ടിട്ട് വാഴ അഭയം കൊടുക്കാന്ന് പറഞ്ഞാൽ അതിനെന്താ മോനെ, ഇത് വാട മോനെ, തവള മോനെ, നീ നിന്നോ, നീ എന്റെ അടിയിൽ നിന്നോ, ധൈര്യമായിട്ട് നിന്നോ, ഞാനുണ്ടോ, വാഴച്ചേട്ടനുണ്ടോ നിനക്കെന്ന് പറഞ്ഞിട്ട് നിക്കണേ. രാത്രിയപ്പോ നല്ല ഇടിവെട്ടും മിന്നലൊക്കെ വരണേണ്, നല്ല മഴ. ഈ മഴയത്താണെങ്കിൽ ഈ വാഴച്ചെടി ഒഴിച്ച് ബാക്കി എല്ലാ ചെടിയും അങ്ങ് കടപുഴകി പോയി. തേക്ക് പോയി, പ്ലാവ് പോയി, മാവ് പോയി, എല്ലാം മറിഞ്ഞു വീണു. പക്ഷെ ഈ വാഴക്കൊന്നും പറ്റിയില്ല. ഇറങ്ങി എന്താടാ ഡിസാസ്റ്റർ ഡേ. അയ്യോ എന്റെ കയ്യിൽ പറഞ്ഞാൽ കിട്ടുന്ന എനിക്ക് ഇങ്ങനെ വാഴ വീഴാണ്ട് ബാക്കി എല്ലാ സാധനവും ഭയങ്കര ശക്തിമാനായ മരങ്ങളൊക്കെ ഇങ്ങനെ വീണെന്ന് വിചാരിച്ചിട്ട് വാഴ ഇങ്ങനെ നിക്കണേണ്. അപ്പൊ പിറ്റേ ദിവസം മഴയൊക്കെ മാറിക്കഴിഞ്ഞിട്ട് തവള പോകാൻ വേണ്ടി പോണം. അപ്പൊ തവള പറയും, വാഴച്ചേട്ടന് നല്ല മനസ്സായതുകൊണ്ടിട്ടാണ് വാഴച്ചേട്ടൻ മാത്രം ഈ മഴയത്ത് വീഴാത്തത്, ബാക്കി എല്ലാരും വീണത് കണ്ടില്ല എന്നൊക്കെ ചോദിച്ചു. വാഴനെ ഭയങ്കര പൊക്കണേണ്. എന്തേലും ആയിക്കോട്ടെ സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഇവനെ ടാറ്റയും കൊടുത്ത് വിടണേണ്. അപ്പൊ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ ഈ തവള നിന്നോട്ടെ എന്ന് ചോദിക്കാൻ ചെന്നില്ല. ആ ചെന്ന സമയത്ത് തവള അതൊരു പാട്ടിന്റെ രൂപേണയാണ് ഇവരുടെ അടുത്ത് ചോദ്യം ചോദിക്കണത്, ഞാൻ അവിടെ നിന്നോട്ടെ. അപ്പൊ ആ പാട്ടാണ് നിനക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ പാടാൻ പോണത്. അതാണ് എന്റെ കഥയിലെ ഹൈലൈറ്റ്. എന്റെ മനസ്സിൽ വിരിഞ്ഞ പല പല വരികൾ ചേർത്തിണക്കിയ ഒരു കിടിലൻ വെറൈറ്റി പാട്ടാണ്. പേക്രോം പേക്രോം തവള ഞാൻ, പേക്രോം പേക്രോം ക്രോം, പേക്രോം പേക്രോം തവള ഞാൻ, പേക്രോം പേക്രോം ക്രോം. തേക്ക് മരമേ പാവം തവളയ്ക്ക്, വർഷകാലത്ത് താമസിക്കാൻ സ്ഥലം തരുമോ നീ? ഞാൻ തരില്ല പേക്രോം തവളയ്ക്ക്, വർഷകാലത്ത് താമസിക്കാൻ സ്ഥലം തരില്ല ഞാൻ. പേക്രോം പേക്രോം തവള ഞാൻ, പേക്രോം പേക്രോം ക്രോം, പേക്രോം പേക്രോം തവള ഞാൻ, പേക്രോം പേക്രോം ക്രോം. മാവ് മരമേ പാവം തവളയ്ക്ക്, വർഷകാലത്ത് താമസിക്കാൻ സ്ഥലം തരുമോ നീ? ഞാൻ തരില്ല പേക്രോം തവളയ്ക്ക്, വർഷകാലത്ത് താമസിക്കാൻ സ്ഥലം തരില്ല ഞാൻ. പേക്രോം പേക്രോം തവള ഞാൻ, പേക്രോം പേക്രോം ക്രോം, പേക്രോം പേക്രോം തവള ഞാൻ, പേക്രോം പേക്രോം ക്രോം. പ്ലാവ് മരമേ പാവം തവളയ്ക്ക്,
വർഷകാലത്ത് താമസിക്കാൻ സ്ഥലം തരുമോ നീ? ഞാൻ തരില്ല പേക്രോം തവളയ്ക്ക്. വർഷകാലത്ത് താമസിക്കാൻ സ്ഥലം തരില്ല ഞാൻ. പേക്രോം പേക്രോം തവള ഞാൻ, പേക്രോം പേക്രോം ക്രോം. പേക്രോം പേക്രോം തവള ഞാൻ, പേക്രോം പേക്രോം ക്രോം. വാഴച്ചെടിയെ പാവം തവളയ്ക്ക്. വർഷകാലത്ത് താമസിക്കാൻ സ്ഥലം തരുമോ നീ? ഞാൻ തരാലോ പേക്രോം തവളയ്ക്ക്. വർഷകാലത്ത് താമസിക്കാൻ സ്ഥലം തരാലോ ഞാൻ. പോണ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ നന്ദിയും പറഞ്ഞിട്ട് പോകണം. അപ്പൊ നന്ദിയും പറഞ്ഞിട്ട് പോണ സമയത്ത് ഈ തവള ഡാൻസ് കളിച്ചിട്ടായിരിക്കും പോണത്. പേക്രോം പേക്രോം തവള ഞാൻ, പേക്രോം പേക്രോം ക്രോം. പേക്രോം പേക്രോം മാക്രി ഞാൻ, പേക്രോം പേക്രോം ക്രോം. ക്രോം ക്രോം ക്രോം. അപ്പൊ ഇതാണ് എന്റെ പേക്രോം കഥ. എങ്ങനെയുണ്ടോ എന്റെ പേക്രോം കഥ? ഇതൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചെടുക്കണ്ട ഈ പാട്ടൊക്കെ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്റെ മനസ്സിൽ തന്നെ വിരിഞ്ഞ വരികളും കഥകളും